ഹായ് ഫ്രണ്ട്സ്, കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. എന്ന് വെച്ചാൽ ഒരു ലെങ്തി വീഡിയോ ഇടാൻ പോകുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യത്തിന് തന്നെ ആവണമെന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ ഇടുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാം ആയിട്ടുള്ള പി ജിക്കാരുടെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാമാണ് KSI UGC നെറ്റ്. എനിക്കറിയാലോ, അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ പോകുന്നത്. കുറേ കാലത്തെ റിസർച്ചിനൊക്കെ ശേഷം ആണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. മാത്രമല്ല, ഞാൻ JRF നെറ്റ് CSIR JRFൻ്റെ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് എക്സ്പീരിയൻസും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ CSIR എന്ന് ഉദ്ദേശിക്കുന്നത്? എന്തിപ്പോൾ ഇത് എഴുതിയോണ്ട് ഗുണം? ഏതൊക്കെ സബ്ജക്റ്റിനാണ് ഈ എക്സാം ഉള്ളത്? പിന്നെ കുറേ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. ഏതൊക്കെ കാറ്റഗറി, കട്ട് ഓഫ് എത്രയായിരിക്കും വരിക ഒക്കെ ഉണ്ടാവും. കുറേ ഡൗട്ടുണ്ട്. ഏതൊക്കെ ടൈമിലായിരിക്കും എക്സാം വിളിക്കുക, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, CSIR എന്ന് പറയുന്നത് കൗൺസിലിംഗ് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷണർ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റാണ്. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പും ഉണ്ട്. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് കൊടുക്കുന്നത് ഇപ്പോൾ റിസർച്ച് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് JRF കൊടുക്കുന്നത്. പിന്നെ നെറ്റ് കൊടുക്കുന്നത് ലെക്ചർഷിപ്പ് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 3 കാറ്റഗറീസാണുള്ളത്. അതിൽ കാറ്റഗറി 1 നമുക്ക് JRFും കിട്ടും, നെറ്റും കിട്ടും. അതിൻ്റോടൊപ്പം എവിടെ വേണമെങ്കിലും നമുക്ക് PhD ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. ബട്ട് JRF കിട്ടിയ ഒരാൾക്ക് ഓൾറെഡി PhD ഫെലോഷിപ്പോട് തന്നെ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാറ്റഗറിയിൽ നെറ്റും കിട്ടും, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് PhD ചെയ്യാനുള്ള അവസരം ഉണ്ടാവും, യൂണിവേഴ്സിറ്റി ഫണ്ട് യൂസ് ചെയ്തിട്ട്. മൂന്നാമത്തെ കാറ്റഗറിയിൽ PhD ചെയ്യാനുള്ള അവസരം മാത്രമാണ് ഉണ്ടാവുക. അത് യൂണിവേഴ്സിറ്റിയുടെ ഫണ്ട് യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യാൻ പറ്റുക. ഇത്രയാണ് അതിൻ്റെ ബേസിക് ആയുള്ള കാര്യം. പിന്നെ ഏതൊക്കെ സബ്ജക്റ്റിനാണ് ഈ CRS UGC നെറ്റ് JRF എക്സാം ഉള്ളത് നോക്കാം. നമ്മൾ ഇപ്പോൾ ഒരു ലൈഫ് സയൻസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഓഫ്കോഴ്സ് നമുക്കിത് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ കെമിക്കൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, എർത്ത്, അറ്റ്മോസ്ഫിയറിക്, ഓഷ്യൻ, പ്ലാനറ്ററി സയൻസ്, മാത്തമാറ്റിക്സിനൊക്കെ ഇതേ എക്സാമാണ് ഉള്ളത്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ നെറ്റ് കണ്ടക്ട് ചെയ്യുന്ന അതേ ഏജൻസി ആയിട്ടുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും. ഇത് 2 സെക്ഷൻസ് ആയിട്ടാണ്, ഒരു വർഷത്തിൽ തന്നെ 2 സെക്ഷൻസ് ആയിട്ടാണ് ഈ എക്സാം നടത്തുക. ഒന്ന് ജൂണിലും ഉണ്ടാവും, ഒന്ന് ഡിസംബർ സെക്ഷനിലും ഉണ്ടാവും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും ഇത്. 3 അവർ ആയിരിക്കും ഇതിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടാവുക. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് MSc അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയുള്ള ഡിഗ്രിയുള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ MSc കംപ്ലീറ്റ് ചെയ്യണം എന്നില്ല. MSc ഇപ്പോൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും ഇത് അപ്ലൈ ചെയ്യാം. റിസൾട്ട് അവൈറ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, ഏജ് ലിമിറ്റ് മാക്സിമം 28 വയസ്സ് വരെ നമുക്ക് ഈ എക്സാം എഴുതാൻ പറ്റും. ഫോർ ജനറൽ കാറ്റഗറി, SC ST PW ആൻഡ് വുമൺ കാറ്റഗറിക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും തരുന്നുണ്ട്. OBCക്കാർക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ തരുന്നുണ്ട്. നെറ്റിന് ഓൺലി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാത്രമാണ് ആവശ്യമുള്ളൂ. ഏജിൻ്റെ ആ പ്രശ്നമൊന്നുമില്ല. JRFൻ്റെ കേസിലാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. ആപ്ലിക്കേഷൻ ഫീ ജനറൽ AWS ആൾക്കാർക്ക് ഏതാണ്ട് ഒരു 1000-1200 റേഞ്ചിലായിരിക്കും ഫീസ് വരുന്നത്. എന്നാൽ OBCക്കാർക്ക് 550 or 600 ആ റേഞ്ചിലായിരിക്കും ഫീസ് വരിക. ആൻഡ് SC ST PW ആൻഡ് തേർഡ് ജെൻഡർ ആൾക്കാർക്ക് 300-ന് താഴെയായിരിക്കും റേഞ്ച് ഉണ്ടാവുക. എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇതെല്ലാം ഞാൻ പറയുന്നത് ജനറൽ ആയിട്ടുള്ള CSIRൻ്റെ എക്സാം പാറ്റേണിനെ കുറിച്ചിട്ടാണ്. ലൈഫ് സയൻസിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ
എക്സാമിന് ടോട്ടൽ 200 മാർക്കിനായിരിക്കും നമുക്ക് എക്സാം ഉണ്ടാവുക. 3 അവറായിരിക്കും നമുക്ക് ഇതിന് തരുന്നത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ലാംഗ്വേജിലും നമുക്ക് പേപ്പർ അവൈലബിൾ ആയിരിക്കും. നെഗറ്റീവ് മാർക്ക് ഓഫ്കോഴ്സ് ഈ എക്സാമിനും ഉണ്ട്. NTA നടത്തുന്ന എല്ലാ എക്സാമിനും നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. 3 സെക്ഷൻസ് ആയിട്ടായിരിക്കും നമുക്ക് എക്സാം ഉണ്ടാവുക. അതിൽ ആദ്യത്തെ സെക്ഷൻ പാർട്ട് A ആണ്. അതിൽ 20 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. നമുക്ക് മാക്സിമം 15 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ടോട്ടൽ 30 മാർക്കാണ് ഉണ്ടാവുക. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള റീസണിങ്, മാത്സ്, ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ ഇതൊക്കെ ആയിരിക്കും മെയിനായിട്ടും പാർട്ട് എയിൽ ഉണ്ടാവുക. ആൻഡ് പാർട്ട് ബിയിൽ 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ മാക്സിമം 35 ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് 70 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിരിക്കും. അത് നിങ്ങളിപ്പോൾ ലൈഫ് സയൻസ് ആണെന്ന് വെച്ചാൽ ലൈഫ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി പാർട്ട് സി 75 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ 25 നമുക്ക് അറ്റൻഡ് ചെയ്താൽ മതി. കാരണം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരിക്കും പാർട്ട് സിയിൽ ഉണ്ടാവുക. കാരണം ഈ പാർട്ട് സി ക്ലിയർ ചെയ്യുന്ന ആൾക്കാണ് JRF കിട്ടാനുള്ള കൂടുതൽ പോസിബിലിറ്റി ഉള്ളത്. അത് 100 മാർക്കിനായിരിക്കും പാർട്ട് സി ഉണ്ടാവുക. ഇതിൽ നല്ല റിസർച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ ഇത് ക്രാക്ക് ചെയ്യാനായിരിക്കും ഒന്നുകൂടി പാട്. ഞാൻ പറഞ്ഞു പാർട്ട് എയിൽ ലോജിക്കൽ റീസണിങ്, ഗ്രാഫിക്കൽ അനാലിസിസ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. പസിൽ സോൾവിങ്, കമ്പാരിസൺ ഇതൊക്കെയാണ് ഉണ്ടാവുക. പാർട്ട് ബിയിലും സിയിലും സബ്ജക്റ്റ് സ്പെസിഫിക് ആയിരിക്കും. ഇപ്പം നിങ്ങൾ ലൈഫ് സയൻസ് ആണെങ്കിൽ ഇതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മോളിക്യൂൾസ് ആൻഡ് ദർ ഇൻട്രാക്ഷൻ. അതിൻ്റെ സിലബസ് ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ച് വായിച്ചു പോവാണ്. സെല്ലുലാർ ഓർഗനൈസേഷൻ, ഫണ്ടമെൻ്റൽ പ്രോസസ്, സെൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സിഗ്നലിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ബയോളജി ആൻഡ് സിസ്റ്റം ഫിസിയോളജി, ഇൻഹെറിറ്റൻസ് ബയോളജി, എക്കോളജി, എവല്യൂഷൻ, ബിഹേവിയർ, അപ്ലൈഡ് ബയോളജി ആൻഡ് മാത്സ് ഇൻ ബയോളജി. ബട്ട് ഓരോ സെക്ഷൻസും ഞാൻ പറഞ്ഞു ഒരു വർഷത്തിൽ 2 സെക്ഷൻസ് ഉണ്ടാവും. ജൂണിലും ഉണ്ടാവും, ഡിസംബറിലും ഉണ്ടാവും. ഓരോ സെക്ഷനനുസരിച്ചും അതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഓരോരോ സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. കൂടുതലായിട്ടും കണ്ടുവരുന്നുള്ളത് ജൂണിൽ കൂടുതലായിട്ടും ചോദിക്കുന്നത് എക്കോളജി അങ്ങനത്തെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഡിസംബറിൽ ചോദിക്കുന്നത് മോളിക്കുലർ റിലേറ്റഡ് ആയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനിയിപ്പോൾ ഈ ഫെലോഷിപ്പ് കിട്ടിയ എന്താ ഇത്ര പ്രയോജനം, എന്തുകൊണ്ട് ഈ ഫെലോഷിപ്പ് വേണം, എല്ലാവരും ഈ ഫെലോഷിപ്പ് എഴുതാൻ വേണ്ടി പോകുന്നത്? വേറെ ഒന്നുകൊണ്ടല്ല. നമുക്ക് റിസർച്ച് എന്ന് പറയുന്നത് കുറേ ചിലവ്, കുറേ കാര്യങ്ങൾ, കുറേ എക്സ്പെൻസ് വരുന്ന ഒരു കാര്യമാണ് റിസർച്ച് എന്ന് പറയുന്നത്. സോ നല്ലൊരു റിസർച്ച് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസ് ഉണ്ടാവും. മാത്രമല്ല റിസർച്ച് എന്ന് പറയുന്നത് നമുക്ക് സൊസൈറ്റിയിലേക്കുള്ളൊരു കോൺട്രിബ്യൂഷൻ കൂടിയാണ്. അപ്പോൾ നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നമുക്ക് ഫണ്ട് തരുന്നുണ്ട്. CSIR JRFൻ്റെ ഫണ്ട് ആദ്യത്തെ 2 വർഷം 37,000 പെർ മന്താണ്. ആൻഡ് അടുത്ത 3 വർഷം അത് JRFൽ നിന്ന് SRF സീനിയർ റിസർച്ച് ഫെലോയിലേക്ക് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞെന്ന് വെച്ചാൽ 42,000 പെർ മന്തായിട്ട് ഉയരും. മാത്രമല്ല HRAയും എല്ലാ തരത്തിലുള്ള ഗ്രാൻറ്റും ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലൊക്കെ കിട്ടും. ഇനിയിപ്പോൾ നെറ്റാണ് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് കയറിയിട്ട് ലെക്ചർഷിപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട് വിത്തൗട്ട് ഫെലോഷിപ്പ്. ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മുടെ സബ്ജക്റ്റ് നന്നായിട്ട് സ്റ്റഡി ചെയ്യണം. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റഡി ചെയ്യണം. കുറേ ബുക്സ് അതിന് അവൈലബിൾ ആണ്, കുറേ യൂട്യൂബ് വീഡിയോസും അതിന് അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ലാസ്റ്റ് 5 to 10 ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
സിലബസിൻ്റെ ഓൾമോസ്റ്റ് കവർ ചെയ്യാൻ പറ്റും. ആൻഡ് മോക്ക് ടെസ്റ്റ് റെഗുലർലി ആയിട്ട് നിങ്ങൾ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കാനുള്ള പ്രാക്ടീസ് കൂടും. അടുത്തത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്സ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബയോ കെമിസ്ട്രിക്ക് ലെനീഞ്ചറാണ് ഞങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലെനീഞ്ചർ എടുത്ത് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഓരോരോ സബ്ജക്റ്റിനും ഓരോരോ ഓതേഴ്സ് ഉണ്ടാവും, സ്പെഷ്യലൈസ് ചെയ്ത ഓതേഴ്സ്. അപ്പോൾ അങ്ങനത്തെ ഓതേഴ്സിൻ്റെ ബുക്സ് ഒന്നുകൂടി റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ ടൈം മാനേജ്മെൻറ്റ്. ഈ 3 മണിക്കൂർ കൊണ്ട് 3 പാർട്ടാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഒരു ജനറൽ ആയിട്ടുള്ള CSIR JRF കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഇത് ലൈഫ് സയൻസിനെ കുറിച്ചായിരിക്കും. അപ്പോൾ ബൈ, സീ യു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു.